എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ആഘോഷമായിട്ട് ഒരു സദ്യ ഉണ്ടാക്കാം. എന്താ ചേട്ടാ? അതെ, എല്ലാവരും കൂടി ആഞ്ഞു പിടിക്കണം. ചെറിയ പോത്ത് നല്ല വൈകുന്നത് നന്നെ കഴിവ് കറുത്ത പോത്ത് വെളുത്ത പോത്താണ് കേട്ടാ. പ്ലാൻ ചെയ്ത പോലെ നമ്മൾ ഇതിനൊരു കമ്പി കുറത്ത് ബാർബർക്യൂ വെക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ? ഒരു പോത്തിനെ നിർത്തി പൊരിക്കാനുള്ള പരിപാടിയാണ്. അതിനാണ് നമ്മൾ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, എല്ലാം നല്ലപടിയാ നടക്കണം. ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങോ. പേസ്റ്റ്, ഉപ്പ്, ഒരല്പം കയറ്റിടണം. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. മല്ലിപ്പൊടി ആവശ്യത്തിന്, കുടംപുളി 50 ഗ്രാം, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 50 ഗ്രാം. എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഐറ്റം. And it's really tasty, yummy. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? ഇതിന്റെയൊക്കെ കാശാരോട് ഈശ്വര. അച്ഛൻ ഏതച്ഛൻ? എന്നതടി അവനോട് പണിയുന്നത്? ഇന്നേ അവരൊരു ജോലി അവനിങ്ങനെ ആത്മാർത്ഥത പണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പണിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് അവന് ബോധോദയം ഉണ്ടായി കാണും. കത്തിക്കാൻ വേണ്ട മോളില് താഴെ കൊളുത്താണേ. ഇനിയിപ്പോ മറ്റേനെ കൂടി വെട്ടി വരട്ടി വരുമ്പോ ഭയങ്കര രസമായിരിക്കും അല്ലയോ? എന്റെ അമ്മ വിഷമിട്ട് നിക്കാൻ പറ്റണില്ല. എന്താ ഉള്ളിൽ സംഭവിച്ചിരുന്ന അറിയില്ല. കരിഞ്ഞിട്ടാവോ? എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ്ങി നടക്കിയിരിക്കും. കരിഞ്ഞിട്ട് ഞാൻ കുറ്റം പറയണ്ട. സംഭവം എന്താണെന്ന് ഉള്ളിൽ നടന്നിരിക്കുന്നത് നമുക്കറിയില്ല കേട്ടാ. നോക്കാം അല്ലേ? രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഉപ്പ് നോക്കാൻ ഇത് ഉപ്പുമാവല്ല. കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട. എന്താ ഇത്? കരിഞ്ഞു പോയതാന്ന് തോന്നുന്നു. അങ്ങനെ സംഭവം നമ്മൾ കരിഞ്ഞു പോയി വിചാരിച്ചതില്ലേ? എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. ഇറച്ചിയൊക്കെ വെന്തിരിക്കുന്നത് നോക്കിയേ. അങ്ങനെ ഇനി ഒന്നും പറയാനില്ല. என்ன சார் புரோட்டா கொத்துக்கறி மாதிரி போட்டு வச்சிருக்கான்? ഒരു മണിക്കൂർ മുന്നേ എടുത്താണേല് അല്ലേ കറക്റ്റ് ആയി. നമ്മൾ 4-5 മണിക്കൂർ വെച്ചുട്ടാ. ഞാൻ അല്പം താമസിച്ചു പോയി. 1 മണിക്കൂർ മുന്നേ നമ്മൾ എടുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടല്ലേ. ചെറിയ ശബ്ദം കേട്ടു ഞാൻ. അപ്പൊ തന്നെ പറഞ്ഞു അങ്ങനെ ഒന്നും വീടില്ലാന്ന് പറഞ്ഞു. വലിയ ഷെഫല്ലേ? ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. വലിയ ഷെഫല്ലേ? നമ്മുടെ കിച്ചണിൽ എല്ലാം ഒരു ടീം വർക്കാണ് ഫൈസ്. താൻ ഉണ്ടാക്കിയ സൂഫ്ലയുടെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാമെങ്കിൽ യു ടേക്ക് ദ ക്രെഡിറ്റ് ഓഫ് ദാറ്റ് ഓയിസ്റ്റർ. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാ തന്നെ വെച്ചോ.